വ്യക്തികളെ നമുക്ക് നോക്കേണ്ടതില്ല. അത് അല്ലാഹു ആലം. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു വെച്ചതല്ലേ, എടുക്കാങ്ങൾ രക്ഷപ്പെടാൻ പോണ്. വെക്ക് വരട്ടെ. വിഷയങ്ങളെയും പണ്ഡിതന്മാരെയും സമീപിക്കേണ്ടത് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വ്യക്തികളെ അല്ല വിഷയം, നമ്മളുടെ എന്താണ് സബ്ജക്റ്റ്, മൗദൂ എന്താണ്, അതാണ് വിഷയം. അപ്പോൾ ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ്റെ ഗ്രന്ഥത്തിൽ തിരിച്ചും മറിച്ചും കാണും. എന്താപ്പം ചെയ്യുക? എന്ത് ചെയ്യാനാ? നമ്മളയാളെ പറ്റി അയാളെ ഹിസാബ് എടുക്കാനൊന്നും അല്ല നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളെ വിശ്വാസം റെഡിയാക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അയാളെ ഹിസാബ് എടുക്കേണ്ട ആവശ്യം നമുക്കെന്താ? അപ്പം നമുക്കെന്ത് വേണം? നമുക്ക് ശരി ഏതാണെന്ന് കണ്ടെത്തണം. ആ ശരി ഏതാണെന്ന് ശരിയില്ലേ? ഇതിലൊരു ശരിയില്ലേ? വ്യക്തികൾ അത് നമുക്ക് നോക്കണ്ട, അത് അള്ളയുമായിട്ടായിക്കോട്ടെ. ഇതൊക്കെ ഏടുന്ന് കണ്ടുപിടിച്ചാ ഞങ്ങൾ? ഇതാ ഞങ്ങൾ ഈ ചോദിക്കണം. ആ എന്ന് മുതലാണ് ഞങ്ങൾക്ക് തുടങ്ങിയത്? എടുക്ക്, സമസ്തന്റെ പ്രമേയം കാണിച്ചു കൊടുക്കുക. പ്രമേയം നമ്പർ 6. പ്രമേയമല്ല പദം ഉണ്ടാകുക. സമസ്തന്റെ സമ്മേളനത്തിലെ പ്രമേയ കണ്ടോളൂ. ഇബ്നു ഹസം ളാഹിരി, അയാളൊരു സംഘടന അല്ല കേട്ടോ, ആളൊരു വ്യക്തിയാണ്. അടുത്ത ആള് ഇബ്നു തൈമിയ, പേച്ചാളെ ലിസ്റ്റ് ചെയ്ത. ഇബ്നു ഹസം ളാഹിരി, ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, ഇബ്നു അബ്ദുൽ ഹാദി. ആരും റളിയല്ലാഹു ചൊല്ലണ്ട, കടുത്ത പ്രശ്നമുള്ള ടീമാണ്. ഇബ്നു തൈമിയന്റെ ശിഷ്യന്മാരാ. ഷൗക്കാനി, പിന്നാരാ? ഇബ്നു അബ്ദുൽ വഹാബ് അൻ-നജ്ദി, ജലാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിദ, അൽമനാർ പത്രാധിപർ. ഇതൊന്നും ഇപ്പോൾ ഉറപ്പിക്കാൻ പറ്റൂല. ഓലങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലോ? റഷീദ് ഇല്ലതിൻ്റെ കൈപ്പടി പടങ്ങൾ ആരോ കണ്ടിനോ? ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ കയ്യെഴുത്ത് കണ്ടോല ആരാപ്പുള്ളത്? അയാൾ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലോ? അയാൾ എന്തിനാ നമ്മൾ ഹിസാബ് എടുക്കാൻ പോണ്? അല്ല അയാളായിട്ടായിക്കോടെ. കെ എം മൗലവിനെന്തിനാ നമ്മൾ പറയണേ? അയാൾ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലോ? അപ്പം അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ എണ്ണുക. എന്നിവരും, ഇബ്നു തൈമിയ അടക്കം എഴുതിയിട്ട് പറയാം, എന്നിവരും അവരെ പിൻപറ്റിയവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ നടപടികൾക്ക് വിപരീതമായി പലതും പറഞ്ഞിരിക്കുന്നതുകൊണ്ടും അവരെയും അവരുടെ കിതാബുകളെയും സുന്നികൾ സ്വീകരിപ്പാൻ പാടില്ലെന്നും അവർ തർളിയത്തിന് അർഹരല്ലെന്നും താഴെ പറയുന്നവരും മറ്റു സുന്നി ഉലമാക്കളും പ്രസ്താവിച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ നിയമമെന്ന് ഈ യോഗം തീർച്ചപ്പെടുത്തുകയാണ്. ഇബ്നു തൈമിയ അടക്കം എഴുതിയിട്ട് സമസ്തന്റെ പ്രമേയം. എന്നിവരും, അത് വ്യക്തികളാ. എന്നിവരും അവരുടെ കിതാബുകളും, കിതാബിലുണ്ടായ മതി, പിന്നെ അതിന്റെ കയ്യെഴുത്ത് കോപ്പി നോക്കി നടക്കണ്ട. ഇവരെ അഹ്ലുസുന്നയുടെ എതിരായി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവരെ സ്വീകരിക്കാൻ പാടില്ല. ഇതാണ് സമസ്തയുടെ പ്രമേയം. ഇന്നത് പറഞ്ഞ ഇമാമിങ്ങളെ മൊത്തം എഴുതിയിട്ടുണ്ട് മുഴുവൻ. ഇമാം ഇബ്നു ഹജർ തങ്ങളടക്കം. അവതാരകൻ ബൈത്തല അഹമ്മദ് കുട്ടി മൗലവി, വേറൂർ ലത്തീഫിയ സദർ മുദരിസ്. അനുവാദകൻ കെ എം അബ്ദുൽ ഖാദർ മൗലവി. സമസ്തന്റെ പ്രമേയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ 2 വിഷയങ്ങൾ ഇവിടെ വന്നു. ഒന്ന്, കിതാബിൽ കണ്ടാൽ വരെ വിശ്വസിക്കാൻ പറ്റില്ല, കൈപ്പടയിൽ കാണണം. 2, വ്യക്തികളെ കുറിച്ച് നിലപാട് പറയാൻ പാടില്ല. ഇതൊക്കെ അഭിമുഖത്തിലുള്ളതല്ലേ? ഇതിലിപ്പോ ഏതാ ഞങ്ങള് തട്ടിപ്പ് നടത്തേണ്ടി വന്ന്? നിങ്ങൾ പറഞ്ഞ ആശയമല്ലേ അത്?